വന്നതാ. എന്റെ പൊന്നല്ലേ സത്യമ്മയുടെ കൊച്ചുമോള്. മോളുടെ അച്ഛന്റെ അമ്മയുടെ ഒക്കെ പൊന്നു മോള്. എന്നിട്ട് അവരാരും സത്യമ്മ പറയുന്ന വിശ്വസിക്കുന്നില്ലല്ലോ. ഞാൻ എന്റെ അമ്മയുടെ മോളല്ലാന്നല്ലേ പറയുന്നത്. വിശ്വസിക്കാത്തവരുടെ നാവ് കെട്ടാൻ പോവാ മോളെ ഈ സത്യഭാമ. മോളുടെ അമ്മയുടെയും DNA ടെസ്റ്റ് നടത്തി കഴിഞ്ഞ പിന്നെ ആർക്കും പറയാൻ പറ്റില്ലല്ലോ ശ്യാമയുടെ മോളല്ല നീ എന്ന്. ആ അത് തന്നെയാ ഭാമയെ വേണ്ടത്. DNA ടെസ്റ്റിനപ്പുറത്തേക്ക് വേറൊരു തെളിവില്ലല്ലോ. പിന്നെ പപ്പി ശ്യാമയുടെ മോളല്ലാന്നും പറഞ്ഞ് ഒരു സുസ്മിത ഇങ്ങോട്ട് കയറി വരില്ല. അങ്ങനെ വന്നാ നമുക്കൊന്ന് കാണാമല്ലോ. ആ എന്റെ പൊന്നുവ നമുക്ക് പോവാം. DNA ടെസ്റ്റ് നാളെ തന്നെ. പപ്പിയും കൂട്ടി പോകാൻ റെഡി ആയിരിക്കും. വാ മോളെ. ഈശ്വര, ഒടുവില് ഭയന്നത് തന്നെ സംഭവിച്ചു. ഇതിന്ന് ഞാനും എന്റെ പപ്പിമോളും എങ്ങനെ രക്ഷപ്പെടും? നീ എന്താടി പറയുന്നത്? ശ്യാമയ്ക്കും പപ്പിക്കും DNA ടെസ്റ്റോ? എടി അങ്ങനെ സംഭവിച്ച പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാ അമ്മ? എടി അവിടെ നിക്ക്. നമുക്ക് എന്ത് ചെയ്യാനാ അമ്മയെന്നോ? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അത് പരിഹരിക്കാനുള്ള വഴിയുണ്ടെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? എന്നിട്ടിപ്പ മുഖം തിരിക്കുന്നോ? ഞാൻ എന്ത് ചെയ്യാനാ? അവിടെ ഒരു 100 വട്ടം പറഞ്ഞതാ നിന്നോട് ഞാൻ സത്യമ്മയുടെ എല്ലാം തുറന്നു പറയാൻ. എന്നിട്ട് ഓരോ ഒഴിവ് പറഞ്ഞ് നീട്ടി വച്ചിട്ട് ഇപ്പൊ എല്ലാം പൊട്ടിത്തെറിച്ചില്ലേ? എനിക്കൊന്നും അറിയില്ല. എന്റെ ദേവി, സമാധാനായിട്ട് മരിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ലല്ലോ. അമ്മേ, അമ്മ പേടിക്കണ്ട. ശാലിനി ഇവിടെ ഉള്ളപ്പോ ഈ കുടുംബത്തിൽ ആർക്കും യാതൊന്നും നഷ്ടപ്പെടില്ല. ശാലിനിക്ക് നഷ്ടപ്പെട്ടാലും മോളെ, നല്ലതേ നടക്കും. അല്ലെങ്കിൽ ആവശ്യത്തിന് ഒരാളെ വിളിച്ചാൽ കിട്ടില്ല. ആരെ ഇത്ര അത്യാവശ്യമായിട്ട് വിളിക്കുന്നത്? വിളിച്ച അത്യാവശ്യക്കാരെ തിരിച്ചു വിളിക്കുന്നതായിരിക്കും. സംസാരിക്കാമോ? ഹലോ വിജയകുമാറേ,
ആ സത്യാമ്മേ. എത്ര ദിവസമായി തന്നെ ഞാൻ വിളിക്കുന്നു. ബ്രോക്കർമാരായ കുറച്ചുകൂടി ഉത്തരവാദിത്തം വേണം. മനഃപൂർവ്വം വൈകിക്കുന്നതോ മാറ്റിവെക്കുന്നതോ ഒന്നും അല്ല. സത്യാമ്മയ്ക്കൊരു മരുമോളെന്ന് പറഞ്ഞാ എന്തെല്ലാം നമ്മൾ നോക്കണം. അങ്ങനെ ഏതെങ്കിലും ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് തരാൻ പറ്റുമോ സത്യാമ്മേ? അതില്ല. അഴകും യോഗ്യതയും തികഞ്ഞൊരു പെണ്ണ് തന്നെ വേണം എൻ്റെ മോന്. ദേ, എല്ലാത്തിലും പ്രധാനമായി അച്ചടക്കവും സ്വഭാവഗുണവും വേണം. ആ. ആദ്യം പറ്റിയ അബദ്ധം ഇനി ആവർത്തിക്കരുതല്ലോ. ഒന്നും പേടിക്കണ്ട. സത്യം പറഞ്ഞാ ഇപ്പറഞ്ഞ യോഗ്യതകളുള്ള ഒരാലോചന ഒത്തു വന്നിട്ടുണ്ട്. പെണ്ണ് കാണൽ ചടങ്ങിന് എന്ന് പോകണം എന്നുള്ളത് പറഞ്ഞാൽ മതി. പെണ്ണ് കാണൽ ചടങ്ങെന്ന് പറയുമ്പോ നാളെ മറ്റന്നാള് പിന്നെ 2 ദിവസം കൂടി. മൊത്തം 4 ദിവസം. വിജയകുമാറെ, ഇന്നേക്ക് 5-ാം ദിവസം വിഷ്ണു പെണ്ണ് കാണാൻ വരും. ഓക്കെ, അത് സെറ്റ്. അവിടെ സത്യാമ്മ അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കോ. ഇവിടെ ഞാനും അതിനു വേണ്ട അറേഞ്ച്മെന്റുകൾ ചെയ്തോളാം. ശരി ശരി, അപ്പൊ പറഞ്ഞതുപോലെ. ഞാൻ വിജയകുമാറിനോട് പറഞ്ഞത് നീ കേട്ടല്ലോ? എന്താണ് നീ മറുപടി പറയാത്തെ? എനിക്ക് ഒന്നും പറയാനില്ലാത്തോണ്ടാ. നിക്ക്, ഇനി ഇത് പറ്റില്ല. കൃത്യമായിട്ടുള്ള മറുപടി പറയണം. ഇപ്പോഴല്ല, അടുത്ത ദിവസം പെണ്ണ് കാണൽ ചടങ്ങ് കഴിഞ്ഞിട്ട്. അതെനിക്കിഷ്ടപ്പെട്ടല്ലേ? ആ തന്ത്രമൊന്നും ഇനി വിലപ്പോവില്ല. ഏത് പെണ്ണിനെ കണ്ടാലും ഇഷ്ടമായില്ലെന്നങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. ദേ, എന്നാ കേട്ടോ, ഇഷ്ടോ ഇഷ്ടക്കേടും ഒക്കെ ഞാൻ തീരുമാനിക്കും. നീ എനിക്കൊരു വാക്ക് തന്നിട്ടുണ്ട്, അമ്മാവാസി, മറക്കണ്ട. ആ പപ്പി, സൂക്ഷിച്ചു. ഒന്നുമില്ല. ഒന്നുമില്ലാഞ്ഞിട്ടാണോ എന്നെ ഒന്ന് വിളിച്ചേ? വല്യച്ഛൻ വിഷമിച്ചിരിക്കല്ലേ, സങ്കടപ്പെട്ട്. അതോ ഒന്ന് വിളിച്ചേക്കാന്ന് ഓർത്തത്. വിഷമിക്കണ്ട കേട്ടോ. അതിനാര് പറഞ്ഞു എനിക്ക് വിഷമമുണ്ടെന്ന്? എനിക്കറിയാന്നേ. എന്തിനാ വിഷമോന്നും അറിയാം. ഓ പിന്നെ, ഇതാരാണ്? സൈക്കോളജിസ്റ്റാ? മറ്റുള്ളവരുടെ മനസ്സിലെ വിഷമങ്ങളൊക്കെ കണ്ടുപിടിക്കാനായിട്ട്. ഇന്ന് വാ, ഞാനൊരു രഹസ്യം പറയാം. രഹസ്യം? എന്ത് രഹസ്യം? ഇന്ന് വാ, ചെവി കാണിക്ക്. സീക്രട്സ് ഒക്കെ ഞാൻ ചെവിയിലേ പറയൂ. എന്നാ പറ. സത്യമ്മ വല്യച്ഛന് കല്യാണം ആലോചിക്കല്ലേ. പക്ഷെ വല്യച്ഛന് ചേച്ചിയമ്മ വരണോന്നല്ലേ. സാരമില്ലെന്നേ, ചേച്ചിയമ്മ വരും. ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. കുട്ടികൾ പ്രാർത്ഥിച്ച ഭഗവാൻ കേക്കും, ഉറപ്പാ. മോളെ, നീ
നിനക്ക് പോലും എന്നെ മനസ്സിലായി. പക്ഷെ എൻ്റെ മനസ്സിൻ്റെ വേദന ശാലിനി അറിയുന്നില്ലല്ലോ. വല്യച്ഛൻ എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല, ഒന്നുമില്ല. ദേ അമ്മ വിളിക്കുന്നു, ഞാൻ ഇപ്പൊ വരാവേ. ഏത് പെണ്ണിനെ കണ്ടാലും ഇഷ്ടമായില്ലെന്നങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. ഇഷ്ടോ ഇഷ്ടക്കേടോ ഒക്കെ ഞാൻ തീരുമാനിക്കും. നീ എനിക്കൊരു വാക്ക് തന്നിട്ടുണ്ട്, അമ്മാവാസി, മറക്കണ്ട. ദാച്ചാ ചായക്ക് ചൂടുണ്ടല്ലോ അല്ലേ? ഉണ്ടച്ചാ. എന്താ ചമ്മുട്ടിന്? ഏയ്, ചെറിയൊരു കടുകഴപ്പും ചുളുചുളുപ്പും ഒക്കെ ഉണ്ട്. കർക്കിടം കഴിഞ്ഞല്ലേ ഉള്ളൂ. കർക്കിടകത്തിന്റെ മാത്രമല്ല കുഴപ്പം, എണ്ണയും കുഴമ്പൊന്നും മുടക്കരുതെന്ന് വൈദ്യര് പറഞ്ഞതല്ലേ. അതൊക്കെ അങ്ങ് ശരിയായിക്കോളൂ. നീ ഇതിന് മഹാസംഭവം അവതരിപ്പിക്കാൻ നിൽക്കാനും വേണ്ട. അല്ലച്ചാ, വൈദ്യര് പറഞ്ഞത് അതാരാ മോളെ? ആരോ വന്നല്ലോ, പോയി നോക്കി. മോളെ ഓടി വിടല്ലേ, മോളുടെ അമ്മ എന്നെ ശരിയാക്കും. ഇല്ല, എടുക്ക്. നടക്ക്. ആഹാ, ആരാ വന്നിരിക്കുന്നേ? നിർത്ത്. എന്തൊക്കെയാ മക്കളെ? പപ്പിയുടെ അച്ഛന് സുഖമാണോ? പിന്നെ സുഖ. മോളൊറ്റയ്ക്കാ? അല്ല സാറേ, മോക്കിവിടെ ജലജ ടീച്ചറിന്റെ അടുത്ത് ട്യൂഷനുണ്ട്. 4 വീട് അപ്പുറത്താ. പോകുന്ന വഴി പപ്പയെ കാണാൻ കയറിക്കോട്ടെ എന്ന് മോള് ഫോൺ ചെയ്ത് മേഡത്തോട് ചോദിച്ചു. മേഡം സമ്മതിക്കുകയും ചെയ്തു. അതിനെന്താ? ഇത് മോളെ സ്വന്തം വീടല്ലേ? മോക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരികയോ പോവുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാലോ. ഇനി വേണമെന്നുണ്ടെങ്കിൽ മോക്ക് ഇവിടെ താമസിക്കുകയും ചെയ്യാം, ഇഷ്ടമുള്ള കാലത്തോളം. പപ്പി എവിടെ? പപ്പി ഇവിടെ ഉണ്ടായിരുന്നല്ലോ. സത്യ പപ്പി. വാ, ഞാനൊരു സംഗതി കാട്ടിത്തരാം. വാന്ന്. മോളെ പതുക്കെ. ഒരു മൈനക്കുഞ്ഞോ മഞ്ചാടിക്കുരുവോ എന്തെങ്കിലും ആയിരിക്കും അച്ഛാ. ഓ, അവൾക്ക് എല്ലാത്തിലും ഉണ്ടല്ലോ ഒരു കൗതുകം. കഴിഞ്ഞ ദിവസം ഞാൻ നോക്കുമ്പോ ഉറുമ്പുകളുടെ ഘോഷയാത്ര കണ്ടോണ്ട് 1/2 മണിക്കൂർ ഇരിക്കുക. എന്താ ഇത്ര കാണാനെന്ന് ഞാൻ ചോദിച്ചപ്പോ പറയുവാ, ഉറുമ്പുകളുടെ നാട്ടിലെ ഉരുൾപൊട്ടൽ കഴിഞ്ഞു, അവര് വേറെ സ്ഥലത്തേക്ക് താമസത്തിന് പോവാന്ന്. ആ, നന്നായി. ഈ മൊബൈലിൽ തലയിട്ടോണ്ടിരിക്കുന്നൊന്നും ഇല്ലല്ലോ. പ്രകൃതിയെയും സഹജീവികളെയൊക്കെ അറിഞ്ഞു വളരട്ടെ കുട്ടികള്. സാറേ, ഞാനെന്ന് അങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ. മാഡത്തിന് പല വഴി പോകാനുള്ളതാ. അതിന് ടെമ്പററി ആയിട്ട് ഒരു ഡ്രൈവറുണ്ട്. പക്ഷേ സത്യമോളുടെ കാര്യത്തിൽ എന്നെ മാത്രമേ വിശ്വാസമുള്ളൂ. ഓ, ഞാൻ മാഡത്തിൻ്റെ അടുത്തേക്ക് ചെല്ലട്ടെ. മോൾ ഇറങ്ങാൻ നേരത്തെ വിളിച്ചാൽ മതി. ഓ ഓ ഓ, ശരി. മോളെ ചായ തണുത്തു തോന്നല്ലോ.
അതെ, ഈ ചായ എന്ന് പറയുന്നതേ കുടിക്കാനുള്ളതാ, അല്ലാതെ ചൂട് വെക്കാനുള്ളതല്ല. ആ, അച്ഛന്റെ കാലിന് പ്രയാസം ഉണ്ടെങ്കിൽ ഞാൻ കുഴമ്പിട്ട് തരാം. ഓ എടി അതൊന്നും വേണ്ടെന്നേ. മിണ്ടാതിരുന്നോണം അവിടെ. ഡി, മോളെ, ഡി, ഡി, കുറച്ച് കഴിഞ്ഞ് മതി എന്ന്. ഇവിടെ ഒരു കാര്യം. ജില്ലാ കളക്ടറൊക്കെ ഈ ഒടങ്കലി ഹോട്ടലിൽ പിടിച്ചിരുത്തി ഭക്ഷണം കൊടുത്തു പുറത്തറിഞ്ഞ ഞങ്ങൾക്ക് ശിക്ഷ ഉറപ്പാ കേട്ടോ. ആ എങ്ങനെ ശിക്ഷിക്കാനാ? ഇവള് തന്നെയല്ലേ മജിസ്ട്രേറ്റ്. അതിന്റെ അഹങ്കാരവും കുറുമ്പും അവക്ക്. ഞാൻ എന്ത് കുറുമ്പ് കാട്ടിയെന്ന എന്റെ പൊന്നു ശാരദാമ്മേ? എടി, ശാന്ത പറയുന്ന പോലെ നിനക്ക് ഈ ഹോട്ടലിലൊക്കെ ഭക്ഷണം കഴിക്കാൻ കയറേണ്ട ആവശ്യമുണ്ടോ? കളക്ടറൊക്കെ ആവുമ്പോ ഒരു സ്റ്റാൻഡേർഡ് ഇല്ലേ? ആ മോളെ, ഈ മറ്റുള്ളവരെയൊക്കെ അകറ്റി നിർത്തുന്നതിനെ ഈ ഇംഗ്ലീഷിൽ എന്തോ പറയുമല്ലോ, ഈ സാധാരണക്കാരെയൊക്കെ മാറ്റി നിർത്തുന്നതിനെ പ്രോട്ടോകോൾ. ആ അത് തന്നെ, അതൊക്കെ നോക്കണം. പൊന്നു ശാരദാമ്മേ, പഴയ കാലത്ത് ഐറ്റത്തിന്റെയും തീണ്ടാപ്പാട് അകലത്തിന്റെയും ഒക്കെ പുതിയ പേരായി പ്രോട്ടോകോൾ. ആ ഒരു കളക്ടറോ മന്ത്രിയോ ഒരു സാധാരണ ചായക്കടയിൽ കയറി ഭക്ഷണം കഴിച്ചെന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഈ പ്രോട്ടോകോൾ പറയുന്നവര് തന്നെ ദേശീയ നേതാക്കളൊക്കെ വരുമ്പോ കുമാരേട്ടന്റെ കടയിൽ കയറി ചായ കുടിച്ചു എന്നൊക്കെ പറഞ്ഞ് വലിയ വാർത്തയാക്കാറുണ്ടല്ലോ. ഓ, പിന്നെ അതിന്റെ ബ്രാൻഡ് നെയിം പ്രധാനമന്ത്രി കയറിയ കട. അപ്പൊ എവിടെ പോയി ഈ പ്രോട്ടോകോളൊക്കെ? എന്റെ പൊന്നു മോളെ, നിന്നെ പറഞ്ഞ് തോപ്പിക്കാനൊന്നും എന്നെ കൊണ്ടാവില്ല. അല്ല പിന്നെ, ഒരു ഫംഗ്ഷന് പോകുന്ന വഴി ഒരു അല്പം ഭക്ഷണം കഴിച്ചെന്ന് കരുതി ഇത്രയും പരിഭവം കേൾക്കണോന്ന് വെച്ച്? ആ അതെ, നീ ഇത് കേട്ടോ അനുപല്ലവി? ശാരദാമ്മേ, ഇതൊക്കെ ചെറുത്. ചില നേരത്ത് ഞങ്ങൾ കളക്ടറേറ്റ് ജീവനക്കാരെ മൊത്തം കൺഫ്യൂഷനിലാക്കി കളയും മാഡം. ആഹാ, പിന്നെ കുറെ ആലോചിച്ച് കഴിയുമ്പോഴാ മാഡം തമാശ പറഞ്ഞതായിരുന്നു എന്ന് മനസ്സിലാവുന്നത്. ആണോ? ദേ, അതിനപ്പുറമാ ഇവളുടെ മോള് സത്യ. ഇവിടെ എന്നെയും ഗോപാലേട്ടനെയും ശാന്തയൊക്കെ ചുറ്റിക്കുന്നതിനെ ഒരു കണക്കുമില്ല. ആ കട്ടുറുമ്പ് അവിടെ പോയി എന്ത് ചെയ്യുവാണോ? അച്ഛാ, അതൊന്ന് മാറ്റിക്കേ. ഇവളെ കൊണ്ട് ദേ പറയുന്നത് കേക്ക്, മാറ്റിക്കോ. എടി അതിനുള്ള വേദന ഇല്ലടി മോളെ. ആ, ഉള്ള വേദന മതി. കൂടാതിരിക്കാനാ കുഴമ്പിടുന്നേ കേട്ടോ. മാറ്റിക്കേ. സമ്മതിക്കില്ല. അതെ, നിന്റെ സത്യാമ്മ എന്തി? പൂജാമുറിയിലെ പ്രാർത്ഥനയല്ല. ആ, അയ്യോ, അടുക്കളയില്. അച്ഛാ, ഞാനിപ്പോ വരാവേ. പെട്ടെന്ന് പോയി നോക്ക് നീ. ഇതുപോലെ ശ്രദ്ധയില്ലാത്തവരെണ്ണം. മക്കളെ, ഇത് എവിടെ നിന്നൊക്കെയാ രണ്ടാൾ ഓടി വരുന്നേ? ഞങ്ങള് കളിക്കായിരുന്നു അച്ഛാ. ആ ആ, എന്നാ പോയി കളിച്ചോ. ആ, പോയി കളിച്ചോ. ഇതെന്താ ഇത്? ആ, അതോ, അത് കുഴമ്പാ മോളെ. കുഴമ്പോ എന്ന് വെച്ചാ എന്താ? അത് ശരീരത്ത് പുരട്ടാളതാ മോളെ. പൗഡർ പോലെയാ? ഏയ് അല്ല മോളെ, ഇത് എന്നെ പോലെ വയസ്സായവർക്ക് വേണ്ടിയുള്ളതാ. മോള് കാറിലല്ലേ വന്നേ? അതെ. ആ കാറിന്റെ ടയറൊക്കെ കുറെ അധികം ഓടിക്കഴിയുമ്പോൾ തേഞ്ഞു പോവും. അതുപോലെ യന്ത്രഭാഗങ്ങൾക്കും തേയ്മാനം ഉണ്ടാവും. ആ, അങ്ങനത്തെ കേടുപാടുകളൊന്നും വണ്ടിയെ സാരമായിട്ട് ബാധിക്കാതിരിക്കാനാ നമ്മൾ ഈ എണ്ണയിട്ട് കൊടുക്കുന്നതേ. അതുപോലെ അച്ചച്ചനെ പോലെയുള്ള പഴയ ആൾക്കാരുടെ ശരീരഭാഗങ്ങൾക്ക് കേട് വരുമ്പോൾ അത് വലിയ കുഴപ്പമില്ലാതെ കൊണ്ടു നടക്കാനാ ഈ കുഴമ്പൊക്കെ ഇടുന്നേ. പപ്പിയുടെ അച്ഛൻ തേഞ്ഞു പോയോ? പപ്പിയുടെ അച്ഛനെ നമുക്ക് സർവീസ് ചെയ്താലോ? സർവീസ് ചെയ്യാനോ? ആ, ഈ വണ്ടിയൊക്കെ കണ്ടീഷൻ ആക്കൂലേ, അതിനെ സർവീസ് ചെയ്യാന്നാ പറയുന്നേ. ആ, ഞാൻ റെഡി. ഞങ്ങൾ കുഴമ്പിട്ട് തരട്ടെ? ഐ വേണ്ട മോളെ. അങ്ങനെ പറയില്ലേ അച്ഛാ, ഞങ്ങളുടെ കൊതി കൊണ്ടല്ലേ. പ്ലീസ് അച്ഛാ.
അമ്പിയുടെ അച്ഛൻ എന്റെ അച്ഛനല്ലേ? ഞങ്ങള് കുഴമ്പിട്ട് തരാം. ഓ ശരി. ദേ അച്ഛൻ സമ്മതിച്ചു. വാ നമുക്ക് കുഴമ്പിടാം.